കടന്നു ചെല്ലുമ്പോ ഒരു സഹോദരി വഴിയിൽ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പൊന്നുമകൻ സിയാറത്തിന് പോയിട്ടുണ്ട്, അവനെ ഒന്ന് പെട്ടെന്ന് വരാൻ പറയണേ. ഞാൻ പള്ളിപ്പറമ്പിൽ പോയി നോക്കി, ആരെയും കാണുന്നില്ലടോ, ഒരാളെയും കാണുന്നില്ല. ഞാൻ പുറത്തു വന്നിട്ട് പറഞ്ഞു, പള്ളിപ്പറമ്പിൽ ആരെയും കാണുന്നില്ല. ആ സഹോദരി പറഞ്ഞു, ഉസ്താദേ, എന്റെ പൊന്നുമോനുണ്ട്, 10-11 വയസ്സുള്ള എന്റെ പൊന്നുമോൻ, അവൻ ഖുർആൻ പഠിക്കുകയാണ്, 10-17 ജുസ് കാണാതെ പഠിച്ചു. അവൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. വാപ്പയോട് സലാം പറയാൻ പോയതാണ്. പടച്ചവനെ, ഞാൻ രണ്ടാമതും പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെറിയ മകൻ തന്റെ വാപ്പയുടെ കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മ വിളിക്കുന്നു, പെട്ടെന്ന് പോകാൻ. ആ പൊന്നുമോൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ വാപ്പയ്ക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ, എന്റെ ഉപ്പാന് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ? പൊന്നുമോന്റെ ആഗ്രഹമാണല്ലോ. ഒരു ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വദത്തൈനി ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോ ഞാൻ അവനോട് പറഞ്ഞു, നീ ദുആ ചെയ്യുമോനെ, നീ ഖുർആൻ പഠിക്കുന്നവനാണ്, നീ ദുആ ചെയ്യ്. അവൻ പറഞ്ഞു, ഇല്ല ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യ്. ഞാൻ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, അവന് കരയാൻ തുടങ്ങി, അവൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അല്ലാ, ഈ പൊന്നുമോന്റെ വാപ്പയുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ദുആ ചെയ്ത് കഴിയുമ്പോ ആ പൊന്നുമകന് കരഞ്ഞുകൊണ്ട് താഴെ വീഴുകയാണ്. ദുആ പകുതിയിൽ നിർത്തിയടോ ഞാൻ. എനിക്ക് പേടിയായി, കാരണം ആ 11 വയസ്സുകാരൻ ഏങ്ങി കരയുകയാണ്. വാപ്പയുടെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, നീ കരയരുത്, നീ കരഞ്ഞാ നിന്റെ വാപ്പ ഖബറിനകത്ത് കിടന്ന് കരയും. അവൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഞാൻ കരഞ്ഞാൽ എന്റെ വാപ്പ കരയുമോ? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും കരയും. അവൻ പറഞ്ഞു, ഇല്ല ഉസ്താദേ, ഞാൻ കരയില്ല. അവന്റെ കണ്ണുനീര് തുടച്ചു, അവന്റെ കണ്ണുനീര് തുടച്ചു. അവസാനം അവന്റെ ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങുമ്പോ അവൻ പറഞ്ഞു, വാപ്പാ, 17 ജുസ് ഞാൻ കാണാതെ പഠിച്ചു, എനിക്ക് ബാക്കി കൂടെ പഠിക്കണം. ഉപ്പച്ചി എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ജീവിച്ചിരിക്കുന്ന ഉപ്പയോട് പറയുന്നത് പോലെ തന്റെ പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അവൻ പറയുകയാ, എനിക്ക് ഹാഫിളാകണം, എനിക്ക് ഹാഫിളാകണം. എന്റെ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം, എന്റെ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് തന്റെ ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞു മടങ്ങുന്ന മകനെ കണ്ടപ്പോ ആഗ്രഹം തോന്നിയടോ അതുപോലെ ഒരു മകനെ കിട്ടാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, വല്ലാത്ത പുണ്യമാണ്, വല്ലാത്ത പുണ്യമാണ്. ഖുർആനിന് വേണ്ടി നിങ്ങൾ തയ്യാറായാൽ ഖുർആൻ